നമസ്കാരം. വീക്കിലി ട്രെൻഡ് സെറ്റേഴ്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ ഫെഡ് റിസർവിന്റെ നയം മാറ്റവും വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ വിറ്റൊഴിയലും പോയ വാരത്തിൽ ആഭ്യന്തര വിപണിയുടെ തകർച്ചയ്ക്കാണ് കാരണമായത്. അക്ഷരാർത്ഥത്തിൽ ബ്ലഡ് ബാത്തിനാണ് ദലാൽ സ്ട്രീറ്റ് സാക്ഷ്യം വഹിച്ചത്. ഒരാഴ്ചക്കിടെ മാത്രം നിഫ്റ്റി 4.7% കൂപ്പുകുത്തി. കഴിഞ്ഞ 5 ദിവസത്തിനിടെ നിക്ഷേപകരുടെ സമ്പത്തിൽ നിന്ന് ചോർന്നു പോയതാകട്ടെ 18 ലക്ഷം കോടി രൂപയും. തുടർച്ചയായ കനത്ത ഇടിവിൽ നവംബർ 28 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ക്ലോസിംഗ് ആണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത്. പ്രതിവാര പ്രകടനത്തിൽ 5%-ലധികമാണ് ബാങ്ക് നിഫ്റ്റി തകർന്നത്. ഫാർമ, ഹെൽത്ത് കെയർ സൂചികകൾ ഒഴികെയുള്ള സെക്ടറൽ സൂചികകളിൽ ചുവപ്പ് പടർന്നപ്പോൾ 6.5%-നടുത്താണ് മെറ്റൽ മേഖല വീണത്. തൊട്ടു പിന്നാലെ 6.27% PSU ബാങ്ക് സൂചികയും 6%-ൽ കൂടുതൽ എനർജി സൂചികയും ഇടിഞ്ഞു. 5%-നടുത്ത് പ്രൈവറ്റ് ബാങ്ക്, ഓട്ടോ സൂചികകളും നഷ്ടത്തിലായി. 4.84% ഇടിഞ്ഞ IT സൂചികയും സമ്മർദ്ദത്തിലായി. ബ്രോഡർ മാർക്കറ്റിലും ഇടിവ് പ്രകടമായിരുന്നു. BSE മിഡ് സ്മോൾ ക്യാപ് സൂചികകളുടെ ഇടിവ് 3.25% വരെയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ 25 ബേസിസ് പോയിന്റ്സ് പലിശ നിരക്ക് കുറച്ചെങ്കിലും ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഹോക്കിഷ് നിലപാടുകളെ തുടർന്ന് കൂപ്പുകുത്തിയ അമേരിക്കൻ സൂചികകളെയായിരുന്നു പോയ വാരം കണ്ടത്. The Federal Open Market Committee decided to take another step in reducing the degree of policy restraint by lowering our policy interest rate by 0.25 percentage point. We remain committed to supporting maximum employment, bringing inflation sustainably to our 2% goal, and keeping longer-term inflation expectations well anchored. GDP അനുമാനവും കോർ PCE-യിലെ അപ്രതീക്ഷിത ഇടിവുമടക്കം പ്രധാന ഡാറ്റകൾ അനുകൂലമായിരുന്നുവെങ്കിലും ട്രംപ് എഫക്റ്റിനെ തുടർന്ന് റോക്കറ്റ് വേഗതയിൽ ഉയർന്ന സൂചികകളെ തിരികെ എത്തിക്കാൻ പവലിന്റെ വാക്കുകൾക്ക് സാധിച്ചു. ഡൗ ജോൺസിൽ 50 വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലോസിംഗ് സ്ട്രീക്ക് ആയിരുന്നു പോയ വാരത്തിൽ ഉണ്ടായത്. ഒപ്പം അക്സെഞ്ചറിന്റെ പാദഫലങ്ങൾ ഒരു പരിധിവരെ കൂടുതൽ ഇടിവിലേക്ക് പോകാതെ സൂചികകളെ പരിരക്ഷിച്ചുവെങ്കിലും പോയ വാരം നിക്ഷേപകരെ സംബന്ധിച്ച് നഷ്ടമായിരുന്നു നൽകിയത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡൗ ജോൺസ് 2.25% നഷ്ടത്തിൽ അവസാനിച്ചപ്പോൾ നാസ്ഡക് കോമ്പോസൈറ്റ് 2.25% ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. S&P 500 ആകട്ടെ 1.99% നഷ്ടവുമാണ് റിപ്പോർട്ട് ചെയ്തത്. ക്രിസ്തുമസ്, ന്യൂ ഇയർ ആഘോഷ രാവുകളിലേക്കാണ് അടുത്ത വാരം US സൂചികകൾ കടക്കുന്നത്. 3 ഫുൾ ഡേ ട്രേഡിംഗ് സെഷനുകൾ മാത്രമുള്ള ആഴ്ചയിലേക്കാണ് എത്തുന്നത്. ഡിസംബർ 23-ന് CB കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയോടായിരിക്കും വിപണികൾ ആദ്യം പ്രതികരിക്കുക. ഉപഭോക്താക്കൾക്ക് സമ്പദ് വ്യവസ്ഥയിലുള്ള ആത്മവിശ്വാസത്തെ ഈ ഡേറ്റയിലൂടെ വ്യക്തമാകും. ഉപഭോക്താക്കൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുമ്പോൾ ഉപഭോഗവും വർദ്ധിക്കുകയും സാമ്പത്തിക പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. മൂന്നാം GDP അനുമാനങ്ങൾ 3.1%-ലേക്ക് ഉയർന്നപ്പോൾ അതിനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയത് ഉപഭോക്തൃ ചെലവിൽ ഉണ്ടായ വർധനയാണ്. അതിനോടൊപ്പം ഈ ഡാറ്റയും അനുകൂലമാവുകയാണെങ്കിൽ US സമ്പദ് വ്യവസ്ഥ കരുത്താർജിക്കുന്നു എന്ന് വിലയിരുത്താം. ഡിസംബർ 24-ന് ഡ്യൂറബിൾ, കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഡാറ്റയും എത്തും. നിർമ്മാണ മേഖലയുടെ പ്രകടനം മനസ്സിലാക്കാൻ ഈ ഡാറ്റ നിക്ഷേപകരെ സഹായിക്കും. നിലവിൽ സമ്മർദ്ദത്തിൽ നിലനിൽക്കുന്ന നിർമ്മാണ രംഗത്തെ സംബന്ധിച്ച് ഈ ഡാറ്റ നിർണായകമാണ്. അന്ന് തന്നെ വരുന്ന ന്യൂ ഹോം സെയിൽസ് ഡാറ്റയും റിയൽ എസ്റ്റേറ്റ് രംഗത്തെ സമ്പൂർണ്ണ ചിത്രം നിക്ഷേപകർക്ക് മുന്നിൽ തെളിയും. തുടർന്ന് ഡിസംബർ 26-ന് പതിവ് പോലെ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും റിപ്പോർട്ട് ചെയ്യും. തൊഴിൽ വിപണി ശക്തമാണെന്ന ജെറോം പവലിന്റെ പ്രസ്താവനയെ ഈ റിയൽ ടൈം ഡാറ്റയിലൂടെ നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. സമ്മിശ്രമായ ഡേറ്റകളും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ സ്റ്റാറ്റസ് കോ നിലപാടുമായിരുന്നു കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ സൂചികകളുടെ ഗതിയെ നിർണയിച്ചത്. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് 2.55% ഇടിവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ FTSE 100 2.8% നഷ്ടവും രേഖപ്പെടുത്തി. 1.82% ഇടിവോടെയാണ് CAC 40യും വ്യാപാരം അവസാനിപ്പിച്ചത്. ക്രിസ്മസ്, ബോക്സിംഗ് ഡേ ആഘോഷങ്ങളെ തുടർന്ന് 2 ഫുൾ ഡേ ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമാണ് അടുത്ത വാരം പ്രധാന യൂറോപ്യൻ സൂചികകളിൽ ഉണ്ടായിരിക്കുക. ഡിസംബർ 23-ന് വരുന്ന ബ്രിട്ടന്റെ GDP കണക്കുകളാണ് അടുത്ത ആഴ്ച യൂറോ മേഖല ഉറ്റുനോക്കുന്ന സുപ്രധാന ഡേറ്റ. മൂന്നാം പാദ GDP കണക്കുകളാണ് വരുന്നത്. 1% വളർച്ചയാണ് അനുമാനിക്കുന്നത്. ബാങ്ക് ഓഫ് ജപ്പാന്റെ ഡോവിഷ് നയവും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ലോൺ പ്രൈം നിരക്കിൽ തൽസ്ഥിതി തുടർന്നതുമായിരുന്നു ഏഷ്യൻ സൂചികകളുടെ ഗതി നിർണയിച്ച പ്രധാന ഇവന്റ്സ്.
പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഷാങ്ഹായ് സൂചിക 0.7% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നിക്കേ 225 1.89% ഇടിവിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഡിസംബർ 23 വരുന്ന ബാങ്ക് ഓഫ് ജപ്പാന്റെ ധനനയ യോഗത്തിന്റെ മീറ്റിംഗ് മിനിറ്റ്സും പ്രസിദ്ധീകരിക്കും. ഡേവിസ് സ്റ്റാൻ സ്വീകരിച്ച ജാപ്പനീസ് സെൻട്രൽ ബാങ്ക് എങ്ങനെയാണ് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ സ്ഥിതിയെ വിലയിരുത്തുക എന്നും ഒപ്പം സെൻട്രൽ ബാങ്കിന്റെ ഭാവി നടപടികളെ സംബന്ധിച്ച സൂചനകളും നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ഡിസംബർ 24 വരുന്ന ജപ്പാന്റെ കോർ CPI ഒപ്പം ഡിസംബർ 26 വരുന്ന CPI കണക്കുകളിലൂടെയും ബാങ്ക് ഓഫ് ജപ്പാൻ ഇപ്പോൾ സ്വീകരിച്ച നിലപാട് എത്രത്തോളം ശരിയാണെന്ന് വിപണിക്ക് വിലയിരുത്താം. കമോഡിറ്റി മാർക്കറ്റിൽ ഒരു ഇടിവാണ് കാണാൻ കഴിഞ്ഞത്. ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 1.86% ഇടിവോടെ ബാരലിന് $72.98 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാരാടിസ്ഥാനത്തിൽ 2.57% ഇടിഞ്ഞ് ബാരലിന് $69.46 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഫെഡ് ഹോക്കി സ്റ്റാൻഡ് സ്വീകരിച്ചതോടെ നിയുക്ത ട്രംപ് സർക്കാരിന്റെ അനുകൂല നയങ്ങളുടെ ഫലം പൂർണ്ണമായും ക്രൂഡ് മാർക്കറ്റിൽ പ്രതിഫലിക്കില്ല. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $72.98 തുടർന്ന് $72.96 അപ്സൈഡിലേക്ക് വരുമ്പോൾ $73 തുടർന്ന് $73.02 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് 100-day SMA ലെവലായ $69.36 തുടർന്ന് പിവറ്റ് ലെവലായ $68.69 ആദ്യ മേജർ സപ്പോർട്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ $68.2 സപ്പോർട്ടായി പരിഗണിക്കാം. റെസിസ്റ്റൻസ് ലെവലായി $69.61 പരിഗണിക്കാം. തുടർന്ന് $70.1 $71.02 റെസിസ്റ്റൻസ് മേഖലകളായി പരിഗണിക്കാം. അനുമാനങ്ങൾക്കനുസൃതമായ US കോർ CPI ഡാറ്റയും GDP ഡാറ്റയും സ്വർണ്ണവിലയിൽ വീഴ്ചയുണ്ടാക്കിയെങ്കിലും വാരത്തിന്റെ അവസാന ട്രേഡിംഗ് സെഷനുകളിൽ ഒരു ബുള്ളിഷ് മൊമെന്റം നിലനിർത്താൻ സാധിച്ചില്ല. പ്രതിവാരാടിസ്ഥാനത്തിൽ 1% ഇടിവോടെ ട്രോയ് ഔൺസിന് $2,621.38 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന സെഷനുകളിൽ $2,712, $2,727 എന്നീ റേഞ്ചിൽ റെസിസ്റ്റൻസ് പരിഗണിക്കാം. തുടർന്ന് $2,749, $2,750, $2,760 റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സൈക്കോളജിക്കൽ ലെവലായ $2,600 ആണ് ആദ്യ സപ്പോർട്ട്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ $2,682 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തിയതോടെ എക്കാലത്തെയും താഴ്ന്ന ലെവലായ 84.88 രൂപയിൽ എത്തി. വാരാന്ത്യത്തിൽ 0.13% ഇടിവോടെ 84.76 എന്ന ലെവലിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വെള്ളിയാഴ്ച റെക്കോർഡ് ഇടിവായ 85.12 രൂപയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. 84.97 രൂപയിലാണ് വരുമാഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 84.98 രൂപ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 9-day EMA ആയ 84.91 രൂപയിൽ ആദ്യ റെസിസ്റ്റൻസ് പരിഗണിക്കുമ്പോൾ ഇത് മറികടന്നാൽ സൈക്കോളജിക്കൽ ലെവലായ 84.9 രൂപയിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പോയ വാരത്തിൽ FIAയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. വിദേശ നിക്ഷേപകർ 15,828 കോടിയുടെ അറ്റ വിൽപ്പന നടത്തിയപ്പോൾ DIAകൾ 11,873.94 കോടിയുടെ നിക്ഷേപവും നടത്തി. ഇന്ത്യൻ മാക്രോ തലത്തിൽ ഡിസംബർ 16 പുറത്തുവന്ന WPI ഇൻഫ്ലേഷൻ ഡാറ്റയായിരുന്നു നിർണായകം. ഭക്ഷ്യവസ്തുക്കളുടെ പ്രത്യേകിച്ച് പച്ചക്കറികളുടെ വില ഇടിഞ്ഞതിനാൽ നവംബറിൽ ഇന്ത്യയുടെ മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.89% എത്തി. ഒക്ടോബറിൽ 2.36% WPI. കഴിഞ്ഞ വർഷം നവംബറിൽ 0.39% ഇത്. കഴിഞ്ഞ ആഴ്ചയിൽ വന്ന മറ്റൊരു ഡാറ്റയാണ് HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് ഔട്ട്പുട്ട്. സൂചിക നവംബറിലെ 58.6 നിന്ന് 60.7 ഉയർന്നു. ഉൽപാദന സേവന മേഖലകളിലെ കുതിപ്പായിരുന്നു സൂചിക ഉയരാൻ കാരണമായത്. HSBC ഫ്ലാഷ് ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI നവംബറിലെ 2 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 56.5 നിന്ന് ഡിസംബറിൽ 57.4 ഉയർന്നു. HSBC ഫ്ലാഷ് ഇന്ത്യ സർവീസസ് PMI സൂചിക നവംബറിലെ 58.4 നിന്ന് 60.8 ഉയർന്നു.
ഡിസംബറിൽ ഇന്ത്യൻ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സൂചിക ഉയരാൻ കാരണമായി. ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വർധനവാണിത്. വരും വാരം ഡിസംബർ 25-ന് മണി സപ്ലൈ ഡാറ്റകൾ വരും. പതിവ് പോലെ തന്നെ ഫോറക്സ് കണക്കുകളും ഡിസംബർ 27-ന് എത്തും. ഡിസംബർ 13-ന് അവസാനിച്ച വാരത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.9 ബില്യൺ താഴ്ന്ന് 6 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയായ $653 ബില്യൺ. IPO മാർക്കറ്റിലേക്ക് വന്നാൽ അടുത്തയാഴ്ച സബ്സ്ക്രിപ്ഷനുമായി എത്തുന്നത് കരാറോ ഇന്ത്യ ലിമിറ്റഡ് ആണ്. 1997-ൽ സ്ഥാപിതമായ കമ്പനി ട്രാക്ടർ മാനുഫാക്ചറിംഗിന് ആവശ്യമായ കോമ്പോണന്റ്സ് നിർമ്മിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നത് 1250 കോടി രൂപയാണ്. ഡിസംബർ 20-ന് ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 24-നാണ്. പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് 668 രൂപ മുതൽ 704 രൂപ വരെയാണ്. ഡിസംബർ 30-നാകും കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് IPOയുമായി വരുന്ന മറ്റൊരു കമ്പനി. 582.11 കോടി രൂപ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ പ്രൈസ് ബാൻഡ് 372 രൂപ മുതൽ 391 രൂപ വരെയാണ്. ഡിസംബർ 20-ന് ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 24-നാണ്. ലിസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 30-നായിരിക്കും. വെന്റിം ഹോസ്പിറ്റാലിറ്റി IPO 1600 കോടി രൂപയുടേതാണ്. ഹോസ്പിറ്റാലിറ്റി ബിസിനസ് ചെയ്തു വരുന്ന കമ്പനി ഹൈ എൻഡ് ലക്ഷറി ഹോട്ടലുകളും റിസോർട്ടുകളും നടത്തി വരുന്നു. ഡിസംബർ 20-ന് ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 24-നാണ്. പ്രൈസ് ബാൻഡ് 610 രൂപ മുതൽ 643 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡിസംബർ 30-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. മറ്റൊരു കമ്പനി കോൺകോർഡ് എൻവിറോ സിസ്റ്റംസ് ലിമിറ്റഡ് ആണ്. സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് 500.33 കോടി രൂപ. 1999-ൽ സ്ഥാപിതമായ കമ്പനി വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആൻഡ് റീയൂസ് സൊല്യൂഷൻസ് പ്രൊവൈഡർ ആണ്. ഡിസംബർ 19-ന് ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് 23-നായിരിക്കും. പ്രൈസ് ബാൻഡ് 665 രൂപ മുതൽ 701 വരെയാണ്. 27-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. 550 കോടി രൂപയുടെ IPOയുമായാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ നിന്നുള്ള സനാതൻ ടെക്സ്റ്റൈൽസ് ലിമിറ്റഡ് എത്തുന്നത്. 2005-ൽ സ്ഥാപിതമായ കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത് 19-നാണ്. 305 രൂപ മുതൽ 321 രൂപ വരെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്ന IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 23-നാണ്. ഒപ്പം ഡിസംബർ 27-ന് ലിസ്റ്റിംഗും നടക്കും. ഡാം ക്യാപിറ്റൽ അഡ്വൈസർ ലിമിറ്റഡിന്റെ IPO 840.25 കോടി രൂപയുടേതാണ്. കമ്പനി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ഡിസംബർ 19-ന് ഓപ്പണായ കമ്പനിയുടെ IPOയുടെ സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 23-നാണ്. പ്രൈസ് ബാൻഡ് 269 രൂപ മുതൽ 283 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഡിസംബർ 27-നാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുക. IPOയുമായി എത്തുന്ന മറ്റൊരു കമ്പനി യുണിമെക് എയ്റോസ്പേസ് ആൻഡ് മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ആണ്. 500 കോടി സമാഹരിക്കാൻ ഒരുങ്ങുന്ന IPOയുടെ പ്രൈസ് ബാൻഡ് 745 മുതൽ 785 വരെയാണ്. ഡിസംബർ 23 തിങ്കളാഴ്ച ഓപ്പണാകുന്ന കമ്പനിയുടെ IPO സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുന്നത് ഡിസംബർ 26-നാണ്. ഒപ്പം 31-ാം തീയതി കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ബയേഴ്സിന്റെ ഡോമിനേഷൻ ആയിരുന്നു ഡെയിലി വീക്ക്ലി ബേസിസിൽ കാണാൻ സാധിച്ചത്. ടെക്നിക്കൽ വൈസ് നോക്കുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഒരു ചെറിയ പോസിറ്റീവ് മൂവ് ഉണ്ടായെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു മാസീവ് സെൽ ഓഫ് ആയിരുന്നു നിഫ്റ്റി സൂചികയിൽ ഉണ്ടായത്. 23,960-ൽ ഓപ്പൺ ചെയ്ത സൂചിക ഏകദേശം 1.5% ഇടിവിൽ 23,587-ലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം സൂചിക നിലവിൽ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെയും താഴെ ട്രേഡ് ചെയ്യുന്നതും ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേണിന്റെ ഫോർമേഷനും നെഗറ്റീവ് സിഗ്നൽ ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ ഏകദേശം 5%, അതായത് 1180 പോയിന്റിന്റെ ഇടിവാണ് സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. റെലിഗേർ ബ്രോക്കിംഗിലെ അനലിസ്റ്റായ അജിത് മിശ്ര പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ നവംബറിലെ ലോ ഏരിയയായ 23,300, 23,250 എന്ന റേഞ്ച് ക്രൂഷ്യൽ സപ്പോർട്ടും 23,850 ഒപ്പം 24,000 സൂചികയുടെ റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാമെന്നും അദ്ദേഹം പറയുന്നു. RSI 60 ലെവൽ ക്രോസ് ചെയ്യാത്തതും 40ലേക്ക് താഴ്ന്നതും ഒരു ബെയറിഷ് സിഗ്നൽ ആണെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്. അതോടൊപ്പം MACD ലൈൻ സിഗ്നൽ ലൈനിന് താഴെ ക്രോസ് ചെയ്തതും നിലവിലെ ബെയറിഷ് സിഗ്നൽ റീഇൻഫോഴ്സ് ചെയ്യുന്നുവെന്നും അവർ പറഞ്ഞു വെക്കുന്നു.
ഇവിടെ ഡൗൺ സൈഡിൽ 23,260 ആദ്യ സപ്പോർട്ടും 23,000 അടുത്ത സപ്പോർട്ടായും ആക്ട് ചെയ്തേക്കാമെന്നും അവർ വിശ്വസിക്കുന്നു. മറിച്ച് അപ്സൈഡിൽ 23,850, 24,000 എന്ന റേഞ്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാമെന്നും അവർ സൂചിപ്പിച്ചു. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും നിഫ്റ്റിക്ക് സമാനമായ പെർഫോമൻസ് ആണ് ഉണ്ടായത്. ഡെയിലി ബേസിസിൽ 50,401 ഓപ്പൺ ചെയ്ത സൂചിക 800 പോയിന്റിലധികം ഇടിവോടെയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. വീക്ക്ലി ബേസിസിൽ 5% അതായത് 2,834 പോയിന്റിന്റെ ഇടിവോടെ ഒരു വലിയ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്താണ് സൂചിക ക്ലോസ് ചെയ്തത്. ഇവിടെ 200 EMA കോയിൻസൈഡ് ചെയ്യുന്ന 50,500 എന്ന ലെവൽ കീ സപ്പോർട്ടും 150 EMAയുടെ 52,700, 51,900 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാമെന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ക്രിസ്തുമസ് പ്രമാണിച്ച് ഡിസംബർ 25 ആഭ്യന്തര വിപണിക്ക് അവധിയായിരിക്കും. അതുകൊണ്ട് തന്നെ 4 ട്രേഡിംഗ് ദിനങ്ങൾ മാത്രമുള്ള വാരത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും വിപണിയിൽ ബെയേഴ്സിന്റെ ആധിപത്യം തുടരുമോ എന്നതാകും നിക്ഷേപകർ വാച്ച് ചെയ്യുക. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:30 മൈഫിൻ മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.